ഹലോ ഫുഡീസ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റി ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡാൽഗോന ഐസ്ക്രീം. വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധാരണ ചേരുവകൾ വെച്ച് നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. ഡാൽഗോന ക്യാൻഡിയുടെ ആ ഒരു ക്രഞ്ചിനെസ്സോട് കൂടി ഈ ഐസ്ക്രീം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഡാൽഗോന ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഡാൽഗോന ക്യാൻഡി തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുക. ചെറിയ തീയിലായിരിക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ പൊങ്ങി വരും, പതഞ്ഞ് പൊങ്ങി വരും. ഇത് നമുക്കൊരു എണ്ണയോ മറ്റോ തടവി വെച്ച ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ ആദ്യം തന്നെ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് പരത്തി വെച്ച ശേഷം ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ചൂട് പോയിട്ട് നമുക്കിത് പാത്രത്തിൽ നിന്ന് വിട്ട് വരും. അപ്പോൾ നമ്മുടെ ഡാൽഗോന ക്യാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പാത്രത്തിൽ നിന്ന് എടുത്തൊന്ന് ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കൈകൊണ്ട് ഈസി ആയിട്ട് പൊടിഞ്ഞു കിട്ടും. ഇതിനൊട്ടും ഉറപ്പൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ചെറുതായിട്ട് പൊടിച്ചിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് 2.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഈ മൈദ ഒന്ന് വറുത്തെടുക്കുക. നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കോൺഫ്ലോറോ കസ്റ്റാർഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ മൈദപ്പൊടി വെച്ചാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് മൈദപ്പൊടിയുടെ ആ ഒരു സ്മെല്ലോ ടേസ്റ്റോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഞാനിതിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അടുത്തതായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 500 ml ഉണ്ടാവും. ഇനി ഇതിലോട്ട് ഒരു 6 ടേബിൾ സ്പൂൺ ഷുഗർ പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, തികച്ചും ഓപ്ഷണലാണ്. ഇതും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെക്കുക. ചെറിയ തീയിലായിരിക്കണം കേട്ടോ വെക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച മൈദപ്പൊടിയിലോട്ട് കുറേശ്ശെയായിട്ട് തണുത്ത പാലൊഴിച്ചിട്ട് നമുക്ക് ഇളക്കി കട്ടയൊന്നും പിടിക്കാതെ നല്ലൊരു മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളച്ച് വന്ന പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനത് പാലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലോട്ട് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. മൈദപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പാല് പെട്ടെന്ന് കുറുകി കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനിതിവിടെ നന്നായിട്ട് ഇളക്കി കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നല്ലോണം ചൂടാറാൻ വേണ്ടി വെക്കാം. ഞാനിത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെച്ച് ഇതിപ്പോൾ നല്ല ഒന്നുകൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിൽ വെച്ചിട്ട് മൂടി വെച്ച് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ തണുപ്പിച്ചെടുക്കേണ്ടത്. രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതൊന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും ആ പഴയ ജാറിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഹാഫ് പാർട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഡാൽഗോണ ക്യാൻഡി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും ഡാൽഗോണ ക്യാൻഡി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. മൂടി വെക്കുക. എന്നിട്ട് 8 മണിക്കൂർ ഫ്രീസറിൽ തണുക്കാനായിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു രാത്രി ഫുള്ളായിട്ട് വെക്കുക. ഞാനിത് ഇവിടെ 8 മണിക്കൂർ തണുക്കാനായിട്ട് വെച്ചു. കഴിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിൽ നമ്മളിത് പുറത്തെടുത്ത് വെക്കണം ഫ്രീസറിൽ നിന്ന്. ഇതാ നോക്കൂ, നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡാൽഗോണ ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഇനി ഈസി ആയിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഈ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.